ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊരു ലേസി ആയിട്ടുള്ള പേഴ്സൺ ആണോ? അപ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കാൻ ഒരു സൂപ്പർ പവർ ഉണ്ട്. ഇന്ന് നമ്മൾ നമ്മുടെ ലേസിനെസ് എങ്ങനെ നമ്മുടെ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. കേത്തി എന്നൊരു ലേഡി ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ വീക്കെൻഡ് അവർ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഒന്നുകിൽ വീക്കെൻഡിൽ വീട്ടിലിരിക്കാതെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തുപോയി എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് അവർക്കുള്ള ഒരു ബിസിനസ് ഐഡിയയിൽ വർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ആക്ച്വലായിട്ട് വീക്കെൻഡ് വരുമ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കേത്തി രണ്ടും ചൂസ് ചെയ്തിട്ടില്ല. കേത്തി ലേസി ആയിട്ടിരിക്കുന്നത് കൊണ്ട് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് TV ഓണാക്കി വെബ് സീരീസ് കാണാൻ തുടങ്ങി. 5 to 6 hours കണ്ടിന്യൂസ് ആയിട്ട് ടൈം വേസ്റ്റ് ചെയ്തു. അതിനുശേഷം ടൈം വേസ്റ്റ് ചെയ്തത് റിയലൈസ് ചെയ്ത് ഡിസപ്പോയിന്റഡ് ആയിട്ട് ഫീൽ ചെയ്ത് ആ ബാഡ് ഫീലിംഗ് ക്യാരി ചെയ്ത് സൺഡേയും അതുപോലെ തന്നെ വേസ്റ്റ് ചെയ്തു. ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്തായാലും ഞാൻ എൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുമെന്ന് അവരോട് തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ സ്റ്റോറി നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടതുപോലെയുണ്ടോ? നമ്മളെല്ലാവരും നമ്മൾ ചെയ്യുന്ന പ്ലാനുകൾ ലേസിനെസ് ആൻഡ് പ്രോക്രാസ്റ്റിനേഷൻ കാരണം എക്സിക്യൂട്ട് തന്നെ ചെയ്യില്ല. സോ ഈ ലേസിനെസ് ആൻഡ് പ്രോക്രാസ്റ്റിനേഷൻ നമ്മുടെ അഡ്വാൻറ്റേജിനെ യൂസ് ചെയ്യുന്നതാണ് ഈ പ്രോബ്ലത്തിൽ നിന്നും പുറത്തു വരാനുള്ള ബെസ്റ്റ് വേ. എന്നാൽ ലേസിനെസ് നമ്മുടെ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ലേസി പീപ്പിൾസിന്റെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് മനസ്സിലാക്കണം. അതിന് നമ്മൾ ദി പാത്ത് ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ് എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഗവൺമെന്റിന് അവരുടെ മെഡിക്കൽ നെസസിറ്റി ഫുൾഫിൽ ചെയ്യുന്നതിന് ആ കൺട്രിയുടെ സിറ്റിസൺസ് ഒരുപാട് ആളുകൾ അവരുടെ ഡെത്തിന് ശേഷം ഓർഗൻസ് ഡൊണേറ്റ് ചെയ്താൽ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ എല്ലാ സിറ്റിസൺസിനും ഒരു ഫോം കൊടുത്ത് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഡൊണേറ്റ് മൈ ഓർഗൻ എന്ന ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ ഒരുപാട് ആളുകൾ ആ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്ത അത്ര ഡോണേഴ്സിനെ കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് ആ ഫോമിൽ ചില ചേഞ്ചസ് കൊണ്ടുവന്നു. ആ ചെറിയ ചേഞ്ചിൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നവർ ടിക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡീഫോൾട്ടായിട്ട് ഫോം ഫില്ല് ചെയ്യുന്നവർ ടിക്ക് ചെയ്യാതിരുന്നാൽ അവർ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ഈ ചെറിയ ചേഞ്ചിന് ശേഷം സർപ്രൈസിംഗ്ലി ഓർഗൻസ് ഡൊണേഷന്റെ കൗണ്ട് ഇരട്ടിയിൽ കൂടുതലായി. കാരണം മനുഷ്യർക്ക് എന്തെങ്കിലും വർക്ക് കൊടുക്കാതെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈസി ആയിട്ട് ആക്സസ് കൊടുത്താൽ അത് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യും. സിമ്പിളായിട്ട് പറഞ്ഞാൽ മനുഷ്യർ ലീസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ള പാത്ത് ചൂസ് ചെയ്യും. അതുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഷോപ്പിംഗ് മാൾ ഉണ്ടാക്കുമ്പോൾ ലീസ്റ്റ് റെസിസ്റ്റൻസിന് വേണ്ടി എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ആൻഡ് ക്ലോത്ത്സ് ആണ് ആദ്യം തന്നെ വെക്കുക. കാരണം കടക്കുള്ളിലുള്ള നോർമൽ പ്രൈസ് പ്രൊഡക്റ്റ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വാങ്ങുന്നതിന് പകരം മുന്നിൽ തന്നെയുള്ള എക്സ്പെൻസീവ് ക്ലോത്ത്സ് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ലേസിനെസ് നമ്മൾ ഓവർകം ചെയ്യുന്നതിന് ഈ കാര്യം നമ്മുടെ അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യണം. ലേസിനെസ് നമ്മുടെ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്യുന്നതിന് നമുക്ക് 20 സെക്കൻഡ് റൂൾ യൂസ് ചെയ്യാം. യൂഷ്വലായിട്ട് ഒരു ഹാബിറ്റ് ഫോം ആക്കാൻ 21 ഡേയ്സ് ആകുമെന്ന് പറയുന്നു. ഇത് വിശ്വസിച്ച ഓതർ 21 ദിവസത്തേക്ക് ഗിറ്റാർ പ്ലേ ചെയ്ത് പുതിയ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു. 21 ഡേയ്സിന് ഇത് കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹം ഒരു 21 ഡേയ്സ് ചെക്ക് ബോക്സ് ഉള്ള ഒരു ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ചുമരിൽ ഒട്ടിച്ചു. സോ ഓരോ ദിവസവും അദ്ദേഹം ഗിറ്റാർ പ്ലേ ചെയ്യുമ്പോൾ അദ്ദേഹം ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്ത് വരും. എന്നാൽ 21 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 4 ദിവസം മാത്രമാണ് അദ്ദേഹം ഗിറ്റാർ പ്ലേ ചെയ്തത്. അതിനുശേഷം ഓഫീസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് TV കാണാൻ തുടങ്ങി. അയ്യോ, TV കാണുകയാണല്ലോ എന്ന് അദ്ദേഹം റിയലൈസ് ചെയ്താലും അത് തന്നെയാണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്തത്. കാരണം TV റിമോട്ട് എടുത്ത് TV ഓൺ ചെയ്യുന്ന റെസിസ്റ്റൻസിനേക്കാളും റൂം കബോർഡിലുള്ള ഗിറ്റാർ എടുക്കുന്ന റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരുന്നു. സോ നാച്ചുറലായിട്ട് TV ഓൺ ചെയ്യുന്നത് ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് ആയതുകൊണ്ട് അദ്ദേഹം ടയേർഡായിട്ട് വന്ന ഉടനെ ഈ ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് യൂസ് ചെയ്ത് TV കാണുന്നത്. എന്നാൽ ഫസ്റ്റ് 4 ഡേയ്സ് ഈ ഹാബിറ്റ് ഫോം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് വിൽ പവർ കൂടുതലായതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഓവർകം ചെയ്ത് ഗിറ്റാർ പ്ലേ ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ 5th ഡേ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഓൾറെഡി അദ്ദേഹം ടയേർഡ് ആയിരുന്നതുകൊണ്ട് സബ് കോൺഷ്യസ് ആയിട്ട് ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് ചൂസ് ചെയ്തു. സോ TV കാണുന്നത് റെസിസ്റ്റൻസ് കൂടുതലുള്ള പാത്താക്കി മാറ്റിയിട്ട് ഗിറ്റാർ പ്ലേ ചെയ്യുന്നത് ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്താക്കി മാറ്റിയാൽ ഇത് ഓവർകം ചെയ്യാമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഹ്യൂമൻസ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ 20 സെക്കൻഡിന് മുകളിലാകുമെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ഉള്ളതിൽ ഈസി ആയിട്ടുള്ള വഴി ഏതാണോ അതാണ് ചൂസ് ചെയ്യുക. സോ അദ്ദേഹത്തിന് TV കാണണമെന്നും ആഗ്രഹമുണ്ട്, ഗിറ്റാർ പ്ലേ ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. എന്നാൽ റൂമിലേക്ക് പോയി ഗിറ്റാർ എടുക്കുന്നതിന് 20 സെക്കൻഡിന് മുകളിൽ ആകുന്നത് കൊണ്ട് അത് അവോയ്ഡ് ചെയ്തിട്ട് TV കാണും. ഗിറ്റാർ ഇനി ഉള്ളിൽ പോയി എടുക്കണോ എന്ന് സബ് കോൺഷ്യസ് ആയിട്ട് അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങും. ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ അദ്ദേഹം ഒരു ഗിറ്റാർ സ്റ്റാൻഡ് വാങ്ങി വീട്ടിൽ അദ്ദേഹം എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത് പ്ലേസ് ചെയ്തു. പിന്നെ TV റിമോട്ടിന്റെ ബാറ്ററി റിമൂവ് ചെയ്ത് റൂമിനുള്ളിലുള്ള ഒരു ഡ്രോയിൽ വെച്ചു. സോ അത് എടുത്തിട്ട് വരാൻ 20 സെക്കൻഡിന് മുകളിൽ ആകുമെന്നുള്ളത് കൊണ്ട് അടുത്തുള്ള ഗിറ്റാർ ഡെയിലി പ്ലേ ചെയ്തിട്ട് അതിനുശേഷമാണ് ആ ബാറ്ററി പോയി എടുത്ത് TV കാണാൻ തുടങ്ങിയത്. TV കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിമോട്ടിലുള്ള ബാറ്ററി ഊരി വെക്കും. എങ്ങനെയാണ് ഇലക്ട്രിക് കറന്റ് ലീസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ള പാത്തിൽ ഫ്ലോ ആകുന്നത്, അതുപോലെയാണ് ലേസി മൈൻഡും ലെസ് എഫേർട്ട് എടുക്കേണ്ട പാത്താണ് ചൂസ് ചെയ്യുക. ഈ ലേസിനെസ് ആണ് 20 സെക്കൻഡ് റൂൾ യൂസ് ചെയ്ത് നമ്മുടെ അഡ്വാൻറ്റേജിന് മാറ്റുന്നത്.
സോ നിങ്ങൾ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ് ക്വിറ്റ് ചെയ്ത് ഗുഡ് ഹാബിറ്റ് ഫോം ചെയ്യണമെന്ന് വിചാരിച്ചാൽ ആ ബാഡ് ഹാബിറ്റിന്റെ റെസിസ്റ്റൻസ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള കാര്യമാക്കി മാറ്റുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് റീച്ച് ചെയ്യുന്നതിന് 20 സെക്കൻഡ്സിന് മുകളിലാകുന്നത് പോലെ ആക്കുക. പിന്നെ ഗുഡ് ഹാബിറ്റ്സിന് ഉള്ളതിൽ തന്നെ ലീസ്റ്റ് റെസിസ്റ്റൻസ് പാത്ത് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ട്രാക്റ്റീവ് ആപ്സ് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ വെക്കാതെ നിങ്ങളുടെ ഫോണിന്റെ ഉള്ളിലുള്ള ഫോൾഡറിൽ ആക്സസ് ചെയ്യുന്നത് പോലെ വെക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആപ്സിന്റെ നോട്ടിഫിക്കേഷൻസ് ടേൺ ഓഫ് ചെയ്യുക. ഇനി എക്സ്ട്രീം ലെവലിലേക്ക് പോകണമെങ്കിൽ ആ ആപ്പ് ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും ഡിലീറ്റ് ചെയ്യുക. സോ ആ ആപ്പ് നിങ്ങൾ വീണ്ടും യൂസ് ചെയ്യണമെങ്കിൽ അത് റീഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് പോലെ ആക്കുക. കാരണം എന്തായാലും അതിന് 20 സെക്കൻഡ് മുകളിലാകും. അപ്പോൾ അതിന് പകരം നിങ്ങൾ ലീസ്റ്റ് റെസിസ്റ്റന്റ് പാത്ത് യൂസ് ചെയ്യും. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് പോലെ ഫിറ്റ്നസ്, സെൽഫ് ഇംപ്രൂവ്മെന്റ് ആപ്സ്, നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്സ്, ഇതുപോലെ യൂസ്ഫുൾ ആയ ആപ്സ് എല്ലാം നിങ്ങളുടെ ഫോണിന്റെ ഹോം സ്ക്രീനിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത ഉടനെ കാണുന്നത് പോലെ ആക്കി വെക്കുക. അപ്പോൾ ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ കൂടുതലാകും. ഇങ്ങനെയാണ് നിങ്ങളുടെ ലേസിനെസ് നിങ്ങളുടെ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്യാൻ കഴിയുക. സോ നിങ്ങളുടെ ലേസി മൈൻഡ് എങ്ങനെ വർക്കാകുമെന്ന് മനസ്സിലായതുകൊണ്ട് 20 സെക്കൻഡ് റൂൾ യൂസ് ചെയ്ത് നിങ്ങളുടെ ബാഡ് ഹാബിറ്റിന് റെസിസ്റ്റൻസ് കൂട്ടി ഗുഡ് ഹാബിറ്റിന്റെ റെസിസ്റ്റൻസ് കുറച്ചാൽ നിങ്ങളുടെ ലേസിനെസ് നിങ്ങളുടെ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് മാറാൻ കഴിയും. ഈ മെത്തേഡ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദ ഹാപ്പിനെസ് അഡ്വാൻറ്റേജ് എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി. ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അതർ യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.